ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനെ ജോലി കിട്ടുമോ നോക്കാം. സാധാരണ പോലെ 3 കാർഡ്സ് തന്നെയാണ് വെക്കുന്നത്. ഇവിടെയും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനടി ജോലി കിട്ടുമോ നോക്കാം. അപ്പം ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡാണ്. അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? അവരിപ്പം നല്ല ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ നല്ലതിലേക്ക് പോകാം. അത് അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവർ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം അത് ബുദ്ധിപരമായിട്ട് ചെയ്യാനാണ് പറയുന്നത്. നല്ലത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അതിന് യൂണിവേഴ്സായിട്ട് ഒരു അവസരം തന്നതാണ്. അപ്പോൾ അത് ബുദ്ധിപരമായി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് ചുറ്റും നെഗറ്റീവായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചുറ്റുപാടുള്ളവർ ഈ മുടക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ മുന്നോട്ട് പോകാൻ പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ച് ജോലിയിലേക്കൊന്ന് പ്രവേശിക്കാൻ സമ്മതിക്കാതെ എല്ലാം എതിര് നിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെയൊക്കെ കാണുന്നത് നെഗറ്റീവായ സാഹചര്യം. അതിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള നെഗറ്റീവായ സാഹചര്യത്തിൽ കഴിയുന്നതും മാറാൻ ശ്രമിക്കുക. തേർഡ് കാർഡ് സെലക്ട് ചെയ്തതും അതും ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് തേർഡ് കാർഡ് സെലക്ട് ചെയ്തത്. അപ്പം മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷനിലാണ്. അപ്പം ഒന്ന് നോക്കാം ഈ 2 ആൾക്കാർക്ക് ഈ 3 ഒന്ന് വേറെ കിട്ടുമോ നോക്കാം. അപ്പം ഈ 7 ഓഫ് കപ്പ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും അവർ ബുദ്ധിപരമായി ചിന്തിച്ചാൽ നല്ല ജോലി തന്നെ കിട്ടും, അവർക്ക് സന്തോഷിക്കാം എന്നാണ് കാണുന്നത് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തത് അവർ ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ മാറി അവർക്ക് തീർച്ചയായിട്ടും നല്ല ജോലി കിട്ടും. നെഗറ്റീവായ സാഹചര്യങ്ങൾ ഈ ചുറ്റുമുള്ള എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. തീർച്ചയായും സക്സസ്സിലേക്ക് പോകാം എന്നാണ് കാണുന്നത്. തേർഡ് കാർഡ് അവരും ഇപ്പോഴുള്ള മാനസിക വിഷമങ്ങൾ ഒഴിവാക്കി അതിന് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ ജോലി കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ തന്നെയുള്ള അതിന് മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ഒരു അവസരം തന്നെ വന്നു ചേരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അത് മാറിയാൽ നല്ല ഒരു പൊസിഷനിൽ എത്താൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.